രാത്രിയിൽ അനാവശ്യമായ വിശപ്പ് തോന്നുന്നത് ഒഴിവാക്കാനും ഉറക്കത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും കൂടുതൽ കലോറി മേടിക്കാതെ വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അത്താഴം റാഗി സൂപ്പ്. ഇതാ ഇവിടെ 2 സ്പൂണ് സ്പൗട്ടഡ് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കട്ടകളൊന്നുമില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ പെട്ടെന്നൊന്നും നമ്മൾക്കിത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തോന്നിക്കില്ല. ഇനി ഇതാ ഒരു പാനിലേക്ക് 1/4 സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു സിനമൺ സ്റ്റിക്കാണ് ചേർക്കുന്നത്, നമ്മളുടെ പട്ട. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് ഇതിലേക്ക് 3-4 ചെറിയ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ടേ. പകുതി സവോളയും കൂടെ ചേർത്ത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി എരിവിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ബീൻസും ക്യാരറ്റുമാണ്. രണ്ടും കൂടെ 1/2 കപ്പോളം വരും കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഞാൻ ദാ ഇവിടെ കുറച്ച് സ്വീറ്റ് കോണും നമ്മളുടെ മട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. ഞാൻ ദാ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി നേരം ഒന്ന് കുക്ക് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ഓവർ കുക്കാക്കി എടുക്കണ്ട. നമ്മൾക്കൊന്ന് കഴിക്കാൻ കിട്ടുന്ന പാകത്തിന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. രാത്രിയിൽ ഒരുപാടങ്ങ് കഴിക്കുന്നതിൽ നല്ലത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതാണ്. ഇതിൽ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടാതെ പതിയെ മാത്രം ഊർജ്ജം നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൽ രാത്രിയിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ തടയാൻ ഇത് സഹായിക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ റാഗി മിക്സ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചേർക്കാം കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കും. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാകാൻ ചാൻസ് ഉണ്ട്. ഉറങ്ങുന്നതിൻ്റെ കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സൂപ്പ് കുടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളെ ദഹനവും നന്നാകും, നല്ല ഉറക്കവും കിട്ടും. ഇത് നമ്മളുടെ റാഗി സൂപ്പ് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരളവിൽ നമ്മൾക്കിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എരിവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെയാണ് ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മല്ലിയില ചേർത്താലും മതി. ഇനി ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട, നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകും. രാത്രിയിൽ ചോറിന് പകരം ഇതുപോലെ റാഗി സൂപ്പൊക്കെ കുടിക്കുവാണെങ്കിൽ നമ്മളെ ശരീരം നല്ലതുപോലെ റിലാക്സ് ആകാനും നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സഹായിക്കും. നല്ല ഉറക്കം ശരീരഭാരം കുറയ്ക്കാൻ വളരെ പ്രധാനമാണ്. വെറും 10 മിനിറ്റ് പോലും വേണ്ട നമ്മൾക്ക് ഈ സിമ്പിളായിട്ട് റാഗി സൂപ്പ് തയ്യാറാക്കിയെടുക്കാൻ. വെജിറ്റബിൾസൊക്കെ മാറ്റി മാറ്റി കൊടുക്കുവാണെങ്കിൽ ഡെയിലി കുടിക്കുമ്പോഴുള്ള ബോറടിയൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ്. രാത്രിയിലെ ചോറും ചപ്പാത്തിയും ഒക്കെ ഒഴിവാക്കി ഇതുപോലെയുള്ള ഹെൽത്തി സൂപ്പൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. പ്രമേഹ രോഗികൾക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, ഷുഗർ കൺട്രോൾ ചെയ്യാൻ. നമ്മളെ ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പും വണ്ണവും ഒക്കെ കുറയ്ക്കാൻ നല്ലൊരു ഹെൽത്തി സൂപ്പാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.